ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിൽ സത്തെന്നും അസത്തെന്നും രണ്ട് ഭാവമുണ്ട്. അതിൽ നാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവ എല്ലാം അസത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്നാൽ ഒരിക്കലും നശിക്കാത്തതും എന്നും നിലനിൽക്കുന്നതും ഈ അസത്തായി രൂപാന്തരപ്പെട്ടതും ആയിരിക്കുന്ന ശക്തിവിശേഷത്തിന് സത്ത് എന്ന് പറയുന്നു. സത്ത് എന്നുമുള്ളതാണ്. അതിനെ ഒരിന്ദ്രിയം കൊണ്ടും കാണാൻ കഴിയില്ല. അത് പരിണമിച്ചുണ്ടായതാണ് അസത്തായിരിക്കുന്ന ഈ ജഗത് പദാർത്ഥങ്ങൾ എല്ലാം തന്നെ. ഈ ജഗത് പദാർത്ഥങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് ശാശ്വതമായിട്ടുള്ള സമാധാനം ഒരിക്കലും കിട്ടുകയില്ല. കാരണം അതിൽ നിന്ന് കിട്ടുന്ന സുഖവും സമാധാനവും ക്ഷണികം മാത്രമാണ്. ക്ഷണികമായ സുഖം ലഭിക്കുന്നത് ക്ഷണികമായ വസ്തുക്കളിൽ നിന്നാണ്. എന്നാൽ ശാശ്വതമായ സുഖം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് ശാശ്വതമായ ഉപാധിയെ ആശ്രയിക്കുക തന്നെ വേണം. അങ്ങനെ ശാശ്വതമായ ശക്തിവിശേഷം ഏതോ അതിനെയാണ് നാം ഈശ്വരൻ എന്ന് പറയുന്നത്. അത് എല്ലാ മതവിഭാഗങ്ങളിലും ഈശ്വരൻ എന്ന സങ്കല്പമുണ്ട്. അതിനൊറ്റ വാക്കിൽ പറഞ്ഞാൽ സത്ത് എന്നാണ് അർത്ഥം. ശാസ്ത്രീയമായി പറയുമ്പോൾ സത്ത് എന്താണെന്ന് അറിയാൻ കഴിയാത്തത് കൊണ്ട് അതിനെ അറിയാൻ പറ്റുന്ന വിധത്തിൽ നാമം, രൂപം, ഒരു രൂപം ആദ്യം ഉണ്ടാകുന്നു, അതിന് ഒരു പേരും ഉണ്ടാകുന്നു. അതിനാണ് നാമരൂപം. ഈ പ്രപഞ്ചം മുഴുവൻ നാമരൂപങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. ഈ നാമരൂപങ്ങൾക്ക് പല പേരുകൾ നമ്മൾ പറയുന്നു. അതിൽ ഒരു പേരാണ് നാരായണൻ എന്ന്. മഹാവിഷ്ണുവിനെ നാരായണൻ എന്ന് പറയുന്നു. നരന് ഇണയായിട്ടുള്ളത് നാരായണൻ എന്ന്. ജ്ഞാനത്തിൽ നിന്ന് ഉദയം നീര് വെള്ളം ജലത്തിൽ നിന്നും ഉദയം ചെയ്തതുകൊണ്ട് നാരായണൻ എന്നും ഇങ്ങനെ പലതരത്തിൽ പറഞ്ഞു വരുന്നു. അങ്ങനെ സത്തായിരിക്കുന്ന അതിൻ്റെ ആ നാമം ഉരുവിടുമ്പോൾ സദ്ഭാവത്തിലേക്ക് നമ്മൾ അറിയാതെ പ്രവേശിക്കും. അതാണ് ഒരു കവി പാടിയതാണ്. നാരായണനെ ചിന്തിച്ചിടുകൾ നാലയലത്തും മൃത്യു വരില്ല. ആരോ ചൊന്നത് ഓർത്തിട്ടപ്പോൾ നാരായണ ജപമാരംഭിച്ചു. ആരോ പറഞ്ഞു നാരായണനെ ചിന്തിച്ചാൽ നാലയലത്തും മൃത്യു വരില്ല, മരണം വരില്ല. മരണമില്ലാത്ത, ജനിക്കുകയും മരിക്കുകയും ചെയ്യാത്ത, പരിണാമമില്ലാത്ത ആ ശക്തി വിശേഷത്തിനാണ് ഇവിടെ നാരായണൻ എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അതിനെ നിരന്തരം വിചാരിക്കുമ്പോൾ അതിൻ്റെ സ്വഭാവം നമ്മളിൽ വരുന്നു. അതോടെ നമ്മൾ മരിക്കാത്തവരാണെന്ന സത്യം നമുക്ക് ബോധ്യമാകുന്നു. അതാണ് നാരായണനെ ചിന്തിച്ചിടുക നാലയലത്തും മൃത്യു വരില്ല. നമ്മുടെ 4 ഭാഗങ്ങളിലും മരണം വരില്ല എന്ന വരിയിൽ നാം ഒരിക്കലും മരിക്കാത്തതാണ് എന്ന സത്യം നമുക്ക് ബോധ്യമാകുന്നു. അത് കേട്ടപ്പോൾ ആരോ ചൊന്നത് ഓർത്തിട്ടിപ്പോൾ, ആരോ പറഞ്ഞതാണിത്. നാരായണനെ ചിന്തിച്ചാൽ 4 അയലത്തും 4 അയൽഭാഗത്ത് 4 ഭാഗത്തും മൃത്യു വരില്ല, മരണദേവൻ വരില്ല എന്ന് ആരോ പറഞ്ഞതാണ്. ആരാ പറഞ്ഞത്? അനുഭവസ്ഥരായ നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു. ആരോ ചൊന്നത് ഓർത്തിട്ടപ്പോൾ നാരായണ ജപമാരംഭിച്ചു. അങ്ങനെ ഒരു വിദ്വാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് എന്ന് മരണഭയമുള്ള എല്ലാവരും ആരായും.
അതിന് നാരായണന് ശരണം പ്രാപിക്കലാണ് എന്ന് ആരോ പറഞ്ഞപ്പോൾ അത് അനുസരിക്കാൻ തുടങ്ങി. അയാൾക്ക് അതിൻ്റേതായ അനുഭൂതി തലത്തിലേക്കും എത്തി. ഉദാഹരണമായി പൂന്താനം ഉണ്ണികൃഷ്ണനെ തൻ്റെ സർവസ്വമായി കണ്ടു. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. അദ്ദേഹത്തിനുണ്ടായ മക്കളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ വിരഹ ദുഃഖം സഹിക്കാൻ കഴിയാതെ ഗുരുവായൂരിൽ പോയി ഗുരുവായൂരപ്പനെ ഭജിക്കാൻ തുടങ്ങി. അന്ന് മുതൽ കൃഷ്ണൻ ഉണ്ണിയായി തൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു. നിരന്തരം കൃഷ്ണനാമജപവുമായി അദ്ദേഹം നടക്കാൻ തുടങ്ങി. അന്ത്യകാലം അടുത്തപ്പോൾ അദ്ദേഹത്തിന് നോക്കുന്നതെല്ലാം കൃഷ്ണമയം. ആ ഉണ്ണി താൻ ഏത് രൂപത്തിലാണോ ഭാവിച്ചിരുന്നത് ആ രൂപത്തിൽ തന്നെ തൻ്റെ മുമ്പിൽ പ്രകടമാവുകയും തൻ്റെ കൈ പിടിച്ച് താൻ വീഴാൻ പോകുമ്പോൾ തൻ്റെ കൈകൾ പിടിച്ച് തന്നെ താങ്ങിക്കൊണ്ടു പോവുകയും അദ്ദേഹം മരണസമയത്തും ആ ഉപാസന ദേവത വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയതായിരുന്നു പറയുന്നത്. അങ്ങനെ നമ്മുടെ മനസ്സ് സർവദാ ആ നശിക്കാത്ത ശക്തിയിലാണ് സമർപ്പിക്കുന്നതെങ്കിൽ നമുക്ക് മരണഭയം ഒട്ടുമില്ല. ഈശ്വരൻ്റെ സാന്നിധ്യത്തിൽ നാം വർത്തിക്കുമ്പോൾ നമുക്ക് മരണം എന്ന ഒന്ന് ഇല്ലാതെയായിത്തീരും. നമ്മൾ അമർത്യരായിത്തീരും. നമ്മൾ വാസ്തവത്തിൽ മരിക്കാത്തവരാണ്, അത് നമുക്കറിയില്ല. നാം ദേഹമാണെന്ന് ധരിച്ച് ദേഹത്തോട് ഒട്ടി നിന്നതിനാൽ ദേഹം പോകുമ്പോൾ നാം മരിക്കുമല്ലോ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആ തെറ്റിദ്ധാരണ നമ്മൾ തിരുത്തേണ്ടതായിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ തിരുത്താൻ നാം എന്തു ചെയ്യണം? നാരായണനെ സർവാത്മന ആശ്രയിക്കുക തന്നെ വേണം. നാരായണനെ ചിന്തിച്ചിടുകിൽ നാലയലത്തും മൃത്യു വരില്ല. ആരോ ചൊന്നതോർത്തിട്ടിപ്പോൾ നാരായണ ജപമാരംഭിച്ചു.